വാഗർത്ഥാൽവസംവൃത്തോ വാഗർത്ഥപ്രതിപത്തയേ വികടസ്ഥിതരോ വന്ദേ പാർവതീ പരമേശ്വരോ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യൽകൃപാതമഹം വന്ദേ ഗുരുവായൂരേശ്വരം. യൽകൃപാതമഹം വന്ദേ നന്ദിഗ്രാമപുരേശ്വരം. ഗീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീകരഭിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലയേ സമനിശം ഹൃദി ഭാവയാമി. ഭംഗമൊന്നുമണയാതെ കേവലം മംഗളങ്ങളരുളും മഹാജനം സംഗമായവരിൽ വന്നു ചേരുവാൻ സംഗമേശ കനിയേണമെപ്പോഴും. ശബ്ദം ബ്രഹ്മമയി ചരാചരമയി ജ്യോതിർമയി വാങ്മയി നിത്യാനന്ദമയി നിരഞ്ജനമയി തത്വമയി ചിന്മയി തത്വാതീതമയി പരാൽപരമയി മായാമയി ശ്രീമയി സർവൈശ്വര്യമയി സദാശിവമയി മാം പാഹി മൂകാംബികേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാധേശ്യാം 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 രാധേശ്യാം. ചേലിൽ മാടിയ നീലാളകങ്ങളിൽ പീലി ചൂടി മനോജ്ഞത്തിലങ്കകൾ കാലിലിട്ടു കിലുക്കി കളിക്കുവാൻ മമ ദൈവം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ വാസുദേവ. ഓടി വന്നു തിരക്കി പിണച്ച കാൽ ചോടു നക്കി നുണയ്ക്കുന്ന പൈക്കളെ നോക്കി നിർമ്മല ഹാസം പൊഴിക്കുവാൻ മമ ദൈവം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ. ചുണ്ടു ചോപ്പിച്ചു ശൃംഗാരമോടിയിൽ കൂന്തൽ മാടിയ രാധാമുഖാംബുജം മോന്തിയാൽ മതിയാവാത്തലമ്പടൻ മമ ദൈവം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ വാസുദേവ. കന്ദരത്തിനകത്താൽ സമാധിയിൽ കണ്ണടച്ചരുളിടും മുനീന്ദ്രരെ കാടിനീതയിൽ തൂങ്ങിട്ടുണർത്തുവോൻ മമ ദൈവം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ വാസുദേവ. ആർത്തരായി കരയുന്നുണ്ടു തന്നൂടെ ഭക്തരെന്നറിയേണ്ടുന്ന താമസം കണ്ണുമൂക്കുകളില്ലാതെ മണ്ടുവോൻ മമ ദൈവം.
കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ വാസുദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം മുക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. സജ്ജനങ്ങളുടെയും ഭഗവാന്റെയും ഗുരുകാരണവന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് ഭാഗവത പാരായണ പ്രഭാഷണാദികൾ ചെയ്യാനും അവ കേൾക്കാനും നമുക്ക് ഭാഗ്യം ലഭിക്കുക. ആ മഹാശക്തികൾക്ക് മുമ്പിൽ സത്യത്തിൽ നമ്മളെല്ലാവരും ഭാഗ്യം ചെയ്ത ആളുകളാണ്. കാരണം ഇതുപോലെ ധൈര്യത്തോടുകൂടി ഇരിക്കാൻ മറ്റൊരു പ്രദേശം ഉണ്ടാവില്ല. എന്തേ കാരണം? നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ ഏകദേശം മധ്യഭാഗമാണ് ഈ തൃശ്ശൂരൂര്. അപ്പോൾ ഈ വടക്കനാഥ സന്നിധിയിൽ ഇരിക്കുമ്പോൾ, ഏകദേശം മധ്യഭാഗത്തിരിക്കുമ്പോൾ ഭാഗവതം പറഞ്ഞതുപോലെ തന്നെ വിദിക്ഷു ദിക്ഷു എല്ലാ ദിക്കുകളിലും നമ്മുടെ ചുറ്റും ഇരിക്കുന്നത് മുഴുവൻ ഈശ്വരന്മാരാണ്. അങ്ങനെ ഈശ്വരന്മാരുടെ നടുക്കിരിക്കുമ്പോൾ നമുക്ക് എന്തിന് പേടിക്കണം? പേടിക്കേണ്ടത് ആവശ്യമില്ല. നമുക്ക് ലോകത്തിൽ നിന്ന് പേടിയാണ് ഏറ്റവും കൂടുതൽ കാണുക. എന്തെല്ലാമോ ചില സുഖങ്ങൾ തേടിപ്പോകുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ആ സുഖങ്ങളെക്കാളും കൂടുതൽ മറ്റ് പല പല അവസ്ഥകളും നേരിടേണ്ടി വരും എന്ന ഭയം കൊണ്ട് ആ സുഖങ്ങൾ പോലും അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ഭോഗേ രോഗഭയം, കുലേ ശുചിഭയം, വിത്തേ നൃപാലാഭയം, ഇങ്ങനെ ഓരോരോ ഭയങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. സാധാരണ ഒരു മനുഷ്യന്റെ അവസ്ഥ പറഞ്ഞാലും വളർന്നു വരുന്ന കുട്ടികളെ ഓർത്തിട്ടുള്ള ഭയം, ഇങ്ങനെ എത്രയോ ഭയങ്ങളാണ്. പക്ഷേ ഭാഗവതം ആദ്യമേ പറഞ്ഞു, ഭയമായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ ഇതെല്ലാം ഇല്ലാതെയാക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ശ്രീകൃഷ്ണചരണാംഭോജം സ്മര. നാരദൻ ഭക്തി എന്ന മാതാവിനോട് പറയുന്നു, ഭഗവത് പാദാരവിന്ദങ്ങളെ മനസ്സിൽ സ്മരിക്കൂ, എങ്കിൽ ദുഃഖങ്ങളില്ലാതെയാവും. ആ ഈശ്വര ഭജനം തന്നെയാണ് നമ്മെ മുക്തിയിലേക്ക് കൊണ്ടെത്തിക്കുക. മുക്തി എന്ന് വെച്ചാൽ മോചനം എന്നതാണ് അതിൻ്റെ അവസ്ഥ. സത്യത്തിൽ ലോകത്തിൽ എല്ലാവരും മുക്തി ആഗ്രഹിക്കുന്നവരാണ്. മുക്തി ആഗ്രഹിക്കാത്തവരായിട്ട് ലോകത്തിൽ മനുഷ്യന്മാരുണ്ടാവില്ല. മുക്തി, മോക്ഷം എന്ന് വെച്ചാൽ ഈ ശരീരം ഉപേക്ഷിച്ച പോലല്ല മോക്ഷം. മനുഷ്യരായി ജനിച്ച നമുക്ക് പല പല ധർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടി വരുന്നു, പല പല കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നു. കാരണം ഏത് കർമ്മങ്ങൾ ചെയ്താലും അഥവാ ഒരു കർമ്മവും ചെയ്തില്ലെങ്കിലും മനസ്സിന് ഒരുപോലെ ആനന്ദം. ഈ ഒരു സുഖമല്ലേ നമ്മളെല്ലാവരും തേടുന്നത്? ആരോട് ചോദിച്ചാലും ഇതേ പറയുള്ളൂ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതായിക്കോട്ടെ, ഈശ്വരനെ ഭജിക്കുന്ന കാര്യമായിക്കോട്ടെ, മോഷ്ടാക്കള് മോഷ്ടിക്കുന്നതായിക്കോട്ടെ, പോലീസുകാരവരെ പിടിക്കുന്നതായിക്കോട്ടെ, എല്ലാം എന്തിനു വേണ്ടിയിട്ടാ? സുഖം കിട്ടാൻ വേണ്ടിയിട്ട്.